പാവം ഹിരൺദാസ് മുരളി വേടൻ വീണ്ടും വേട്ടയാടപ്പെടുകയാണ്. കഞ്ചാവ് കൈവശം വെച്ചതിന് ഇടയ്ക്ക് പോലീസ് പിടിച്ചു, എക്സൈസ് പിടിച്ചു. പിന്നെ വനപാലകർ പുലി നഖം കൊണ്ടുള്ള അല്ലെങ്കിൽ പുലിപ്പല്ല് കൊണ്ടുള്ള മാലയെ സംബന്ധിച്ച് വനപാലകർ ഹിരൺദാസ് എന്ന വേടനെ പിടിച്ചു. അപ്പോൾ അതൊക്കെ വിവാദമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും, അതായത് അനുകൂലമായും പ്രതികൂലമായും ആളുകൾ അംഗം വെട്ടി. വേടൻ ഇറങ്ങി, വേടൻ വലിയ ജനകീയനായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴാ വേടനെതിരെ വരുന്നത് സ്ത്രീ പീഡന ആരോപണമാണ്. വേടൻ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ എന്നത് വലിയ ചോദ്യമാണ്. അത് പോലീസ് കണ്ടെത്തും. പീഡിപ്പിച്ചോ പീഡിപ്പിച്ചിട്ടില്ലയോ എന്നൊക്കെ പോലീസിൻ്റെ ജോലിയാണ്. പക്ഷേ വേടനെ ഇങ്ങനെ പീഡിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേടൻ ഒരു ഗായകനാണ്, പാട്ടുകാരനാണ്. അയാളെ അയാളുടെ വഴിക്ക് വിടുക. എന്തുകൊണ്ടാണ് അയാളെ അയാളുടെ വഴിക്ക് വിടാൻ ഇവിടെ ചില ആളുകൾക്ക് സമ്മതമില്ലാത്തത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. വേടനെതിരെ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് കേസെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടാകുമല്ലോ, ശ്രദ്ധിച്ചു നോക്കുക. സംഗീത അജ്ഞരുടെ, അതായത് മ്യൂസിക് വേൾഡ്, കേരളത്തിലെ സംഗീത ലോകത്ത് വിരാജിക്കുന്ന ചില പ്രമുഖന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആഹ്ലാദ പ്രകടനമാണ്. ചില ആളുകൾ ചില പോസ്റ്റുകൾ എനിക്ക് ഷെയർ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. അവരുടെ ചില ഗ്രൂപ്പുകളിൽ ഞാനും അംഗമാണ്, നിർഭാഗ്യം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ. ആ ഗ്രൂപ്പുകളിലൊക്കെ ആഹ്ലാദ പ്രകടനമാണ്. വേടനെതിരെ ലൈംഗിക പീഡന പരാതി, വേടൻ കുടുങ്ങും, വേടൻ കുടുങ്ങി, വേടനെ വേട്ടയാടുന്നില്ല, വേടനാണ് വേട്ടയാടിയത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തലങ്ങും വിലങ്ങും അങ്ങനെ അഭിരമിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വേടൻ്റെ ഉയർച്ചയിൽ അസൂയ അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ഒരു തരം ഈഗോ ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, സ്കൂളിൽ പോവുക, പഠിക്കുക എന്നിങ്ങനെ തുടങ്ങി ഒരു ചിട്ടവട്ടത്തോടു കൂടി നിൽക്കുന്ന സംഗീത പ്രതിഭകളുണ്ടല്ലോ, സോക്കാൾഡ് പ്രതിഭകൾ. അവർക്കൊന്നും വേടൻ്റെ വളർച്ച അത്ര ഇഷ്ടമായിരുന്നില്ല. ആ ഇഷ്ടക്കേടാണ് മറനീക്കി ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്, വേടനെ ഇങ്ങനെ വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ? ആ കേസൊക്കെ പോലീസ് തെളിയിക്കില്ലേ? അപ്പോൾ വേടനെ വേട്ടയാടുന്നതിൽ ഒന്നാമത്തെ പങ്ക് ഇതുപോലെ സോക്കാൾഡ് സംഗീത പ്രതിഭകൾക്ക് ഉണ്ട്. രണ്ടാമത്തത് സംഘപരിവാർ ശക്തികൾക്ക്. അവർക്ക് വേടനെ ഇഷ്ടമല്ല. വേടനെ എങ്ങനെയെങ്കിലും കുരുക്കുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. അവരിങ്ങനെ ഒരു കേസ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. വേടൻ ഇങ്ങനെ ഉയർന്നുയർന്ന് പോകട്ടെ, പാടട്ടെ, വേടൻ്റെ നാക്കരിയാനുള്ള ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന തരത്തിൽ അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വനിതാ ഡോക്ടറുടെ ഞെട്ടിക്കുന്ന പരാതി രംഗത്ത് വരുന്നത്. ഞെട്ടിക്കുന്ന പരാതിയുടെ അടിസ്ഥാനം എന്താണ്? വേടൻ 2021 മുതൽ 2023 വരെ ഈ ലേഡി ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ലേഡി ഡോക്ടറുടെ മൊഴിയൊക്കെ രസകരമാണ്. ലേഡി ഡോക്ടർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി ഇങ്ങനെ സംക്ഷിപ്തമായി നമുക്ക് നോക്കാം. ലേഡി ഡോക്ടർ പറഞ്ഞത്, വേടൻ്റെ പ്രശസ്തിയിൽ, വേടൻ്റെ പാട്ടിലും സംഗീതത്തിലും ഇഷ്ടം തോന്നി. വേടന് ഇൻസ്റ്റഗ്രാം വഴി ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ ചാറ്റ് ആകുന്നു, ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറുന്നു, ഫോൺ വിളിയാകുന്നു. വേടനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വേടൻ കോഴിക്കോട് ഈ യുവതിയുടെ, അന്ന് യുവതി PG ചെയ്യുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ്, യുവതിയുടെ ഫ്ലാറ്റിലെത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് സംഭാഷണം മുറുകിയപ്പോൾ വേടൻ ചോദിച്ചു, ഒന്ന് ചുംബിച്ചോട്ടെ. യുവതി 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ചുംബിച്ചോളൂ എന്ന് പറയുന്നു. ചുംബനം നേരെ കിടക്കയിലേക്ക് നീളുന്നു. അവിടെ വെച്ച് ആദ്യമായി ലൈംഗികമായി ബന്ധപ്പെടുന്നു. പിന്നെ കോഴിക്കോട് അന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് വേടൻ തിരികെ പോയതെന്നാണ് പറയുന്നത്. പലതവണ ലൈംഗികമായി ബന്ധപ്പെട്ടു. പിന്നെ ആ ലേഡി ഡോക്ടർക്ക് കൊച്ചിയിലേക്ക് ജോലി കിട്ടി. കൊച്ചിയിൽ വന്നു, അവിടെ ഫ്ലാറ്റ് എടുത്തു. ആ ഫ്ലാറ്റിലും വേടൻ നിത്യസന്ദർശകനായി പലതവണ ലൈംഗികമായി ബന്ധപ്പെട്ടു. ഇരുവരും സമ്മതത്തോടു കൂടിയാണ് ലൈംഗികമായി ബന്ധപ്പെടുന്നത്. വേടൻ ലഹരിയിലായിരുന്നപ്പോഴും, മദ്യലഹരിയിൽ ആയിരുന്നപ്പോഴും ലൈംഗികമായി ബന്ധപ്പെട്ടു. എന്നിട്ട് 2023 മാർച്ച് മാസത്തിൽ ഫ്ലാറ്റിൽ അവസാനമായി വന്നിട്ട് വീണ്ടും 3-4 ദിവസം അവിടെ തങ്ങി ലൈംഗികമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ജീവിതം ആഘോഷിച്ചു, തിരിച്ചുപോയി. പിന്നെ ജൂലൈയിൽ കൊച്ചിയിൽ ഒരു പരിപാടിക്ക് വരും, അപ്പോൾ കാണാം എന്നാണ് വേടൻ പറഞ്ഞത്. ജൂലൈ 14 വേടൻ കൊച്ചിയിലെത്തിയില്ല. വേടനെ വിളിച്ചിട്ട് കിട്ടിയില്ല, കൂട്ടുകാരെ വിളിച്ചു. അപ്പോൾ വേടൻ എന്ത് ചെയ്തു? 2 കൂട്ടുകാർക്കൊപ്പം ലേഡിയുടെ ഫ്ലാറ്റിലെത്തി പറഞ്ഞു, ഇനി ബന്ധം തുടർന്നു പോകുന്നില്ല, ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമൊക്കെ വേണം. അതിന് ലേഡി ഡോക്ടർ പറയുന്നത്, മറ്റ് പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നീ തടസ്സമായി നിൽക്കുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ ഒഴിവാക്കുന്നു എന്നാണ് വേടൻ പറഞ്ഞതെന്നാണ് ആ മൊഴിയിലുള്ളത്. ഏതായാലും വേടൻ അങ്ങനെ 2023 ജൂലൈ മാസത്തിന് ശേഷം ഈ ലേഡി ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ടില്ല. ശാരീരിക ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെടലോ ഇല്ല. അങ്ങനെ ലേഡി ഡോക്ടർ വിഷണ്ണയായി, സങ്കടം സഹിക്കവയ്യാതെ അവരവരുടെ ജോലി നോക്കി അങ്ങനെ ഇരുന്നു. ഇപ്പോഴാണ് 2025 ജൂലൈ ആയപ്പോൾ അവർ ഒരു പരാതിയുമായി രംഗത്ത് എത്തി. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് പരാതി. അതിപ്പോൾ 50 വർഷം കഴിഞ്ഞാലും പരാതി തന്നെയാണ്.
വേടനെതിരെയുള്ള പരാതി തൃക്കാക്കര പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നതും ലേഡി ഡോക്ടർ പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ കൃത്യമായി വേടൻ നിയമ നടപടികൾക്ക് വിധേയനാവുകയും ചെയ്യും. ഇപ്പോഴാണ് 2023 നടന്ന സംഭവത്തിന് ലേഡി ഡോക്ടർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ 2021 വേടനെതിരെ ചില ആളുകൾ മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ എടുത്ത് പൊടി തട്ടി പുരപ്പുറത്തിട്ട് അലക്കുകയാണ്. അതെന്താണ്? വേടൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടാൽ, നമ്മൾ വേടൻ്റെ വീഡിയോ ഒക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് ഷോകൾ കേൾക്കാനും പോയിട്ടില്ല. അപ്പോൾ വേടൻ്റെ വീഡിയോകൾ കാണുമ്പോൾ, റീലുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് ടെലിവിഷനിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെ നമ്മുടെ FBയിലോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹം കുട്ടികളോട് പെരുമാറുന്നത്, സ്ത്രീകളോട് പെരുമാറുന്നത് ഒക്കെ വളരെ സൗമ്യമായിട്ടും ഹാർദവമായിട്ടുമാണ്. വളരെ ഒരു മോശവും അദ്ദേഹത്തിനെതിരെ ചുമത്താൻ പറ്റുന്ന തരത്തിലല്ല അദ്ദേഹം ഇടപെടുന്നതെന്ന് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുമ്പ്, അതായത് കഞ്ചാവ് കേസിന് മുമ്പ് അയാൾ എങ്ങനെയായിരുന്നുവെന്ന് എനിക്കറിയില്ല. കാരണം അതിനുശേഷമാണ് ഞാനും വേടനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അത് എൻ്റെ മാത്രം കുറ്റമായിരിക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വേടൻ്റെ പാട്ടുകൾ പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. 2021 വേടൻ ആരാണെന്ന് പോലും എനിക്ക് ഒരു ധാരണയുമില്ല. അപ്പോൾ വേടനെതിരെ അന്ന് 2021 മീറ്റു ആരോപണം വന്നിരുന്നു. അതിനകത്ത് എന്താണ്, വിമൻ എഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന സംഘടന വേടനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചു. അതിനകത്ത് അവർ പറയുന്നത് ഇയാൾക്ക് ധാരാളം സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. ഒരു പെണ്ണിനെ പരിചയപ്പെട്ടാൽ ഉടനെ തോന്നുന്നു നിനക്ക് ഞാൻ സ്ഖലനം ഉണ്ടാക്കി തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതിന് പറയണ ഒരു ഇംഗ്ലീഷ് വാക്കൊക്കെ ഉണ്ട്. നിനക്ക് ഞാൻ സ്ഖലനം ഉണ്ടാക്കി തരട്ടെ എന്നാണ് വേടൻ ആദ്യം ചോദിക്കുന്നതെന്ന്. എന്നിട്ട് അവരുമായി പരിചയത്തിലാകുന്നു. അങ്ങനെ ഓടി നടന്ന് സ്ഖലനം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് വേടൻ എന്നാണ് അന്നത്തെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ എന്നിട്ടെന്താണ്, ഒരു പെൺകുട്ടി ഫെമിനിസത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ഫെമിനിസം വേടൻ ഇഷ്ടമല്ല, വേടൻ സ്വന്തം അമ്മയെപ്പോലും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ആരോപണങ്ങൾ ഇങ്ങനെയാണ്. വേടൻ ചർച്ച ചെയ്യുമ്പോൾ വേടൻ്റെ അമ്മയെക്കുറിച്ച് പോലും മോശമായി സംസാരിക്കാറുണ്ട്. അപ്പോൾ അമ്മയല്ലേ, അമ്മയ്ക്ക് രണ്ട് മുഖങ്ങളിൽ, അമ്മയെ ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീയോട്, ആ പെൺകുട്ടിയോട് വേടന് വൈരാഗ്യമുണ്ടാകും. വേടൻ ആ വൈരാഗ്യം തീർക്കുന്നത് കിടക്കയിലാണ്. കിടക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ, അതായത് ഇഷ്ടമില്ലാത്ത പൊസിഷനുകളിൽ, അതായത് ഈ പെൺകുട്ടി യുവതി പറയുകയാണ് എന്നെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യുകയുള്ളൂ. എന്നിട്ട് ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, കാല് വേച്ച് നടക്കേണ്ട അവസ്ഥ, അതായത് കാല് മുടന്തി നടക്കേണ്ട അവസ്ഥയിൽ വരെ ഇയാൾ ലൈംഗികമായി ബന്ധപ്പെടും, അങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ലൈംഗികമായി ബന്ധപ്പെടുമെന്നാണ് വേടനെതിരെ 2021 വന്ന പരാതി. ആ പരാതികളും ഇപ്പോൾ ഇങ്ങനെ സജീവമായി ആളുകൾ പുരപ്പുറത്തിട്ട് അലക്കുകയാണ്. എങ്കിലും ഞാൻ പറയുന്നത്, വേടനെ ഇങ്ങനെ കടന്നാക്രമിക്കേണ്ട ആവശ്യമുണ്ടോ? വേടൻ ഒരു പാട്ടുകാരൻ, അയാൾക്കെതിരെ പരാതി വരുന്നു, പരാതി നിയമപരമായി അന്വേഷിക്കട്ടെ. ഇയാളെ എന്തിനാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്? അതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ടോ? ഇയാൾ ദളിത് രാഷ്ട്രീയം പറയുന്നു, ദളിത് വിമോചനത്തെക്കുറിച്ച് പറയുന്നു, അതൊക്കെ വെറും പുകമറയാണോ? വെറും എന്താണ്, ആളെ കൂട്ടാനുള്ള ഗിമ്മിക്സ് മാത്രമാണോ? പിന്നെ ഈ വേടൻ്റെ രാഷ്ട്രീയം എവിടെ നിന്ന് വരുന്നു? തമിഴ് രാഷ്ട്രീയമല്ല, കേരളത്തിലെ രാഷ്ട്രീയമല്ല. വേടൻ്റെ രാഷ്ട്രീയം ശ്രീലങ്കൻ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയേണ്ട സാമാന്യ ബുദ്ധി ആരാധകർക്കും ആസ്വാദകർക്കും ഉണ്ടാകണം. കടല് പെറ്റ മക്കൾ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ജനങ്ങളെക്കുറിച്ചുള്ള കോൺസെപ്റ്റാണ്. കടല് പെറ്റ മക്കൾ ശ്രീലങ്കയിലെ ജനങ്ങളെക്കുറിച്ചുള്ള കോൺസെപ്റ്റാണ്. ശ്രീലങ്കയിലാണ് അടിച്ചമർത്തപ്പെടൽ ഉണ്ടായത്, തമിഴ് വംശജർ നേരിട്ട് അടിച്ചമർത്തപ്പെടൽ. അതിൻ്റെ ആരവവും ആവേശവുമാണ് വേടൻ്റെ പാട്ടുകളിലുള്ള സാഹിത്യമാകട്ടെ സംഗീതമാകട്ടെ, അതെല്ലാം അവിടെ നിന്നാണ്. വേടൻ്റെ സംഗീതം പോലും കേരളത്തിന് പുതുമയുള്ള ഒന്നാണ്. എന്നാൽ ശ്രീലങ്കൻ സാഹിത്യം, കവിതകളൊക്കെ വായിച്ചു നോക്കിയാൽ ഇത് കൃത്യമായി, ഞാൻ തമിഴ് 1-2 സാഹിത്യ സെമിനാറുകളിൽ സംഘങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ടും ശ്രീലങ്കൻ കവിതകളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടും കവികളുമായി പരിചയമുള്ളത് കൊണ്ടും പറയുന്നതാണ്. ദീപസെൽവം എന്നൊക്കെ പറയുന്ന ജഫ്നയിൽ നിന്നൊക്കെ വന്ന കവികൾ ഗംഭീര കവിതകളൊക്കെ അവതരിപ്പിക്കുകയും നാടകം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ട്, ഇപ്പോഴല്ല, വളരെ കാലം മുമ്പ് സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ സാഹിത്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പറയുകയാണ്, അവരുടെ സാഹിത്യത്തിലുള്ള കോൺസെപ്റ്റുകളാണ് ഇയാൾ പ്രയോഗിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ ഇതിനേക്കാൾ തീവ്രമായ എഴുത്തുകൾ, എത്രയോ ധാരാളം എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. കടമ്മനിട്ടയുടെ കവിതകൾ, ഇങ്ങോട്ട് വയലാറിൻ്റെ കവിതകൾ, എത്ര കവിതകൾ, ഇതിനേക്കാൾ ശക്തമായ ഭാഷയും വാക്കുകളും പ്രയോഗിച്ചുള്ള കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മലയാള കവിതകളുടെ, ഇവൻ മധുസൂദനൻ നായരുടെ ഭാരതീയം എന്ന ഒറ്റ കവിത മതി ഈ വേടൻ പാടുന്ന എല്ലാ കവിതകൾക്കും അപ്പുറം നിൽക്കും. പക്ഷേ അതിൻ്റെ സംഗീതം, കേരളത്തിൻ്റെ സംഗീതവും കേരളത്തിൻ്റെ ലയവുമാണ് മലയാള കവിതകൾക്ക് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വേടൻ പുതിയ സംഗീതവും പുതിയ ലയവും താളവും ഒക്കെ അവതരിപ്പിച്ചപ്പോൾ അത് പുതുമയുള്ള ഒന്നായി മാറി. അത് വരുന്നത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നല്ല, ദളിത് സാഹിത്യം ശ്രീലങ്കയിൽ നിന്നാണ് വേടൻ്റെ പൊള്ളലുകൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് വേടൻ പാടുന്നത്. അതുകൊണ്ടാണ് വേടൻ പുതുമയുള്ള സംഗീതത്തിൻ്റെ ഉടമയായി മാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേടൻ്റെ സംഗീതത്തെയോ സാഹിത്യത്തെയോ കുറിച്ചല്ല. വേടനെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ ഇവിടെ എന്താണ്, പുളകിതരാകുന്ന ചില വർഗങ്ങളുണ്ട്. ഒന്ന്
സോക്കാൾഡ് സംഗീത പ്രതിഭകളും സംഗീത ലോകവും അതുപോലെ സംഘപരിവാർ പിന്നെ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് ദളിതർ തന്നെ വേടനെതിരെ വന്നിട്ടുണ്ട്. വേടർ സമുദായം തന്നെ ഹിരൺദാസ് മുരളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുറെ അനഭിമതരുണ്ട്, വേടന്റെ വളർച്ചയിൽ ഇഷ്ടമല്ലാത്ത ആളുകൾ. അവരൊക്കെ കുത്തിപ്പോക്കുന്ന സംഭവമാണ്, മനഃപൂർവ്വം ചെയ്യുന്ന സംഭവമാണെന്ന് വിശ്വസിക്കാനാണ് ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിക്കുന്നത്. കേസിന്റെ വഴിക്ക് പോകട്ടെ. ആ യുവതി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഉഭയസമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് കേസ് ബലവത്താകുകയില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം. ഉഭയസമ്മതമല്ല, ഏകപക്ഷീയമായ ബലാത്സംഗമാണ്, പീഡനമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിനകത്ത് കൃത്യമായി വേടൻ കുടുങ്ങുകയും ചെയ്യും. അതെന്തോ ആകട്ടെ, അത് നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ആക്രമണവും സൈബർ അറ്റാക്കുമൊക്കെ നടക്കുന്നത് കരുതി കൂട്ടിയുള്ളതാണ്, ആസൂത്രിതമാണെന്ന് തെളിയിക്കാൻ വളരെ നിസാരമായ സംഭവങ്ങൾ മാത്രം മതിയാകും.